എല്ലാവർക്കും ഇമാനുവൽസ് വേൾഡിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങളിപ്പോൾ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. സോ നിങ്ങളൊരു ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫോണുകൾക്കിടയിലെ പ്രൈവസി കിങ് എന്ന് പറയുന്നത് ഐഫോൺ ആണ്. പക്ഷേ എന്തുകൊണ്ട് ഐഫോൺ മാത്രം? അതിനർത്ഥം ആൻഡ്രോയിഡ് ഫോൺസിൽ പ്രൈവസി ഒട്ടുമില്ല എന്നാണോ? അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺസിൽ ഒട്ടും പ്രൈവസി ഇല്ല എന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതിനുള്ള റീസൺസുമാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഐഫോൺസിനെയും അതുപോലെ ആൻഡ്രോയിഡ് ഫോൺസിനെയും ഫണ്ടമെന്റൽ ഡിഫറൻസസ് ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. ആൻഡ്രോയിഡ് ഫോൺസ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ആ കോഡ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും അവർ കോഡ് ഇൻസ്പെക്ട് ചെയ്യാനും പറ്റും, മോഡിഫൈ ചെയ്യാനും പറ്റും, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും പറ്റും. ആ ഒരു കാര്യം നമ്മൾ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് വളരെ നല്ലതാണ്. കുറേ അധികം കസ്റ്റമൈസേഷൻ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, കുറേ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരാനായിട്ടും പറ്റും. ആൻഡ് ഈ ഒരു കോഡ് മോഡിഫിക്കേഷൻ കൊണ്ടാണ് കുറേ അധികം മാനുഫാക്ചറേഴ്സ് ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെ ഇറക്കുന്നത്. പക്ഷേ വേറൊരു സൈഡിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു കോഡ് ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് അത് ഡേഞ്ചറായി മാറുകയില്ലേ, അതുവഴി നമ്മുടെ പ്രൈവസി കുറഞ്ഞു പോവുകയില്ലേ എന്നുള്ള കൺസേൺസും വരും. ഇനി നമ്മൾ ആപ്പിളിന്റെ iOS പറ്റി നോക്കുകയാണെങ്കിൽ അതൊരു ക്ലോസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിന്റെ സോഫ്റ്റ്വെയറിന്റെയും അതുപോലെ തന്നെ ഹാർഡ്വെയറിന്റെയും ഓരോ ആസ്പെക്ട്സും കൺട്രോൾ ചെയ്യുന്നത് ആപ്പിൾ തന്നെയാണ്. സോ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആപ്പിൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് അതൊരു പ്രൈവസി കൺസേൺ ആവുകയില്ല. ആൻഡ് ഈ ഒരു OSന്റെ മാത്രമല്ല, OS റൺ ചെയ്യുന്ന ആപ്സും ഇതിനൊരു കാരണമാണ്. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറെ ചവറ കണക്കിന് ആപ്ലിക്കേഷൻസ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട്, പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട്. ആൻഡ് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ അവർ അഡ്വർടൈസിങ്ങിലൂടെയാണ് റവന്യൂ ഒക്കെ ഉണ്ടാക്കുന്നത്. ആൻഡ് അവരുടെ ഈ ടാർഗറ്റഡ് അഡ്വർടൈസിങ്ങിനെ ഫ്യൂവൽ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഡേറ്റ തന്നെയാണ്. നിങ്ങൾ ഓരോ തവണയും നിങ്ങളുടെ ഫോണിനകത്തുള്ള ആപ്ലിക്കേഷൻസിന്റെ പെർമിഷൻസ് അലൗ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, ലൈക്ക് ഇപ്പോൾ ക്യാമറയുടെ ആയിക്കോട്ടെ, മൈക്രോഫോണിന്റെ ആയിക്കോട്ടെ, ലൊക്കേഷന്റെ ഒക്കെ പെർമിഷൻസ് അലൗ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിജിറ്റൽ സെൽഫിന്റെ ഒരു പീസാണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആൻഡ്രോയിഡ് അവരുടെ പെർമിഷൻ കൺട്രോൾസ് എല്ലാം കുറച്ചും കൂടി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആപ്സിന് ഇൻട്രൂസീവ് ആവാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് ആൻഡ്രോയിഡ് യൂസേഴ്സ് എപ്പോഴും ട്രാക്ക് ചെയ്യപ്പെടുകയും മോണിറ്റർ ചെയ്യപ്പെടുകയും ആണ് എന്നുള്ള ആ ഒരു കൺസേൺസ് ഒക്കെ വന്നത്. അടുത്ത ഇതിനുള്ളൊരു കാരണക്കാരെന്ന് പറയുന്നത് ഗൂഗിൾ തന്നെയാണ്. ഗൂഗിളിന്റെ ബിസിനസ് മോഡൽസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ്. നിങ്ങൾ വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്യുന്ന യൂട്യൂബ് മുതൽ നിങ്ങൾ പ്ലേസസ് ഒക്കെ സെർച്ച് ചെയ്യുന്ന മാപ്സ് വരെ അവർ അവരുടെ അഡ്വർടൈസിങ് എംപയറിന് കുറച്ചും കൂടെ ഗുണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് നെസസറിലി മലീഷ്യസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസ് ഗൂഗിൾ സർവീസസുമായി ഇന്റഗ്രേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഗൂഗിൾ പറയുന്നത് ഈ ഒരു ഡേറ്റ എല്ലാം അനോണിമൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റയാണ്, അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി മാത്രമേ ഈ ഒരു ഡേറ്റ എല്ലാം ഉപയോഗിക്കത്തുള്ളൂ എന്നാണ്. എന്നാലും ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെ ആർക്കാണ് കൺസേൺസ് ഒക്കെ തോന്നാത്തത്? പക്ഷേ ആപ്പിളിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഡാറ്റ പ്രൊട്ടക്ഷന്റെ ഒരു ചാമ്പ്യൻ എന്നുള്ള നിലയിലാണ്. ആൻഡ് നമുക്ക് അപ്ഡേറ്റുകളെ പറ്റി മറക്കാനായിട്ട് പറ്റുകയില്ല. ഇപ്പോൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒറ്റ ഒരു ഫോൺ മാത്രമല്ല, കുറേ അധികം മാനുഫാക്ചേഴ്സും അതുപോലെ കുറേ അധികം ബ്രാൻഡ്സും കുറേ മോഡൽസും എന്നുള്ളത് കൊണ്ട് തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് എല്ലാം എല്ലാ ഫോണിലോട്ടും കൊടുക്കുന്ന ഒരു തലവേദന പിടിച്ച പരിപാടിയായിരിക്കും. ഗൂഗിൾ ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് എല്ലാം ഇറക്കുന്ന സമയത്ത് അത് ഓരോ മാനുഫാക്ചറിംഗ് ഡ്യൂട്ടിയാണ് ഓരോ ഫോണിലോട്ടും ഓരോ അപ്ഡേറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. സോ കുറച്ച് പഴയതോ അല്ലെങ്കിൽ അധികം പോപ്പുലർ ആവാത്ത ആൻഡ്രോയിഡ് ഫോൺസോ ഒക്കെ ഈ ഒരു അപ്ഡേറ്റ് കിട്ടാൻ വൈകുന്നത് കൊണ്ട് തന്നെ അതിന് കുറേ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ഫ്ലോസ് ഉണ്ടാകുന്നു. പക്ഷേ ആപ്പിളിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്ന ഒറ്റ ആളേ ഉള്ളൂ. സോ അവർക്ക് ഡയറക്റ്റ്ലി തന്നെ ഓരോ ഐഫോൺസിലോട്ടും അപ്ഡേറ്റ്സ് സൈമൾട്ടേനിയസ്ലി തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ മുഴുവൻ പോകും എന്നാണോ? അതൊരു മിത്ത് മാത്രമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. എന്നാലും അതൊരു ഫുൾ പിക്ചർ ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. ഐഫോൺസും നല്ല രീതിയിൽ ഡെവലപ്പായി, ആൻഡ്രോയിഡ് ഫോൺസും നല്ല രീതിയിൽ പ്രൈവസിയുടെ കാര്യത്തിൽ ഡെവലപ്പായി വരുന്നുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രൈവസി ഡാഷ്ബോർഡ് പോലത്തെ ഫീച്ചേഴ്സ്, അതായത് ഏതൊക്കെ ആപ്സാണ് നിങ്ങൾ ഡാറ്റ ഒക്കെ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സോ ആ ഒരു ഫീച്ചർ കാരണം ഓരോ ആപ്സിന്റെയും കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് പോലെ ഇരിക്കും. അതുപോലെ തന്നെ കുറേ അധികം ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സ്, എസ്പെഷ്യലി കുറച്ച് വലിയ മാനുഫാക്ചേഴ്സ്, കുറച്ചും കൂടി ഉയരത്തിലുള്ള മാനുഫാക്ചേഴ്സ് എല്ലാം പ്രൈവസിയുടെ കാര്യം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സെക്യൂരിറ്റി നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അപ്ഡേറ്റ്സിന്റെ ടൈം ലൈൻ ഒക്കെ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആൻഡ്രോയിഡ് ഫോൺസിൽ ഒട്ടും തന്നെ പ്രൈവസി ഇല്ല എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റും അതുപോലെ ഇനാക്യുറേറ്റുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയി മാറുകയേക്കാം. സോ അത്രേ ഉള്ളൂ. ഈ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ഗുഡ് ബൈ.